നമസ്കാരം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, കോഴിയാണോ കോഴിയുടെ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന്. ഇതേപോലത്തെ ട്രിക്കി ആയിട്ടുള്ള പല ചോദ്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. റീസെന്റ് ആയിട്ട് ജെമിനി അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ജെമിനി 3. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഇന്റലിജൻസ് കപ്പാസിറ്റി കൂടി, അതായത് തിങ്കിങ്ങിലും റീസണിങ്ങിലും ഇതിന്റെ കപ്പാസിറ്റി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലത്തെ എക്സ്ട്രാ 3 ചോദ്യങ്ങളും കൂടി ട്രിക്കി ആയിട്ടുള്ള 4 ചോദ്യങ്ങൾ ഇതിനോട് ചോദിച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തി നോക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ റീസണിങ് കപ്പാസിറ്റി, എങ്ങനെയാണ് ഇത് ആൻസർ തരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ സംവദിക്കുന്നുണ്ട്. നമ്മുടെ കോണ്ടന്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താ വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം തന്നെയാണ്, പക്ഷേ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. 2 വഴികളുണ്ട്. ആ 2 വഴികൾ, ഒന്ന് പറയുന്നത് മുഴുവൻ സത്യം പറയുന്ന ആളുകളുടെ ഒരു ഗ്രാമത്തിലേക്കും, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് മുഴുവൻ നുണ പറയുന്ന ഒരു ഗ്രാമത്തിലേക്കുമാണ്. അപ്പോൾ ഈ 2 വഴികളും കൂട്ടിമുട്ടുന്ന ഒരിടത്ത് ഒരു അപരിചിതൻ നിൽക്കുന്നുണ്ട്. ആ നാട്ടിലേക്ക് മറ്റൊരു നാട്ടിൽ നിന്ന് ഒരാൾ വന്നു. അദ്ദേഹത്തിന് പോകേണ്ടത് എന്താ വെച്ചാൽ സത്യം പറയുന്ന നാട്ടിലേക്കാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ഒരു അപരിചിതനോട് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാൻ പറ്റൂ. ആ ചോദ്യം ചോദിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യണം, സത്യം പറയുന്ന നാട് ഏതാണ് കണ്ടെത്തണം. അപ്പോൾ ഏത് ചോദ്യമാണ് ഇദ്ദേഹത്തോട് ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് മലയാളത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചോദ്യം ജെമിനിനോട് പോയിട്ട് ചോദിക്കുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ പേസ്റ്റ് ചെയ്തു, ഇവിടെ തിങ്കിങ് വിത്ത് 3 Pro കൊടുത്തു. ഇനി എങ്ങനെയുണ്ട് അതിൻ്റെ ആൻസർ എന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ജെമിനി അത് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് തലങ്ങളിലൂടെ ജെമിനി അതിങ്ങനെ ആൻസർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കിയേക്കാം. അതായത് ഈ ജെമിനി 3യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റീസണിങ് ആണ്, തിങ്കിങ് ആണ്. അപ്പോൾ നമ്മൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആൻസർ നോക്കി നോക്കാം. എങ്ങനെയാണ് ഇത് ആൻസർ കണ്ടെത്തി, ആ ആൻസർ കണ്ടെത്തിയ റീസണിങ്ങും കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ അത് ആൻസർ തന്ന പോലെ തന്നെ ഞാൻ വായിക്കാം. ഇതിന് ലളിതമായൊരു ഉത്തരമുണ്ട്. ആ വഴി പോക്കനോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിലേക്കുള്ള വഴി ഏതാണ് എന്നുള്ളതാണ്. ആൻസർ കറക്റ്റാണ് എന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ യുക്തി, റീസണിങ് കൂടി നമുക്ക് നോക്കിയേക്കാം. അയാൾ സത്യം പറയുന്നവനാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്നുകിൽ അയാൾ സത്യം പറയുന്ന ആൾ, അല്ലെങ്കിൽ നുണ പറയുന്ന ആൾ. അയാൾ സത്യം പറയുന്നവനാണെങ്കിൽ അയാൾ ജീവിക്കുന്നത് സത്യം പറയുന്നവരുടെ ഗ്രാമത്തിലായിരിക്കും. അയാൾ സത്യമേ പറയൂ. അതിനാൽ അയാൾ സത്യം പറയുന്നവരുടെ ഗ്രാമത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. ദാറ്റ്സ് ഗുഡ് റീസണിങ്. നെക്സ്റ്റ്, അയാൾ നുണ പറയുന്ന ആളാണെങ്കിൽ, അയാൾ ജീവിക്കുന്നത് നുണ പറയുന്നവരുടെ ഗ്രാമത്തിലാണെങ്കിൽ അയാൾ നുണയെ പറയൂ. അതിനാൽ സ്വന്തം ഗ്രാമത്തിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ അയാൾ കള്ളം പറഞ്ഞ് മറുഭാഗത്തേക്ക്, അതായത് സത്യം പറയുന്നവരുടെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കും. ചുരുക്കത്തിൽ അയാൾ ആരായാലും ഈ ചോദ്യത്തിന് ഉത്തരമായി ചൂണ്ടിക്കാണിക്കുന്നത് സത്യം പറയുന്നവരുടെ ഗ്രാമത്തിലേക്കുള്ള വഴിയായിരിക്കും. അപ്പം നമ്മൾക്കിവിടെ ആൻസറും പറഞ്ഞു തന്നിട്ടുണ്ട്, ഏത് ചോദ്യമാണ് അവരോട് ചോദിക്കേണ്ടത് എന്നുള്ള ആൻസറും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള റീസണിങ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾക്ക് മുമ്പത്തെ മോഡൽസിനെ വെച്ച് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ ജെമിനിയുടെ 3 ഒന്നും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മലയാളത്തിലടക്കം അതിൻ്റെ റീസണിങ് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ രണ്ടാമതൊരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഇമേജ് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. ഇമേജ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ട്രയാങ്കിളാണ് നമ്മളിവിടെ പിക്ചറായിട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇതിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ട് ആ ഇമേജ് മാത്രമുള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ആ ഇമേജിൽ തന്നെ അതിൻ്റെ ചോദ്യമുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെന്ന് കൂടി നോക്കി വെക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു. ജസ്റ്റ് നമ്മൾ എൻ്റർ കൊടുത്തു. എങ്ങനെയുണ്ട് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് നോക്കി വെക്കാം. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ തന്നിട്ടുണ്ട്. എനിക്ക് കമ്പാരിറ്റീവ്ലി മുമ്പത്തെ മോഡലും ഈ ഒരു മോഡലും കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ മുമ്പത്തെ മോഡൽ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നിരുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ ഒന്നുകൂടി ടൈം എടുത്തിട്ടാണ്, ചിലപ്പോൾ റീസണിങ് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ തിങ്കിങ് കൂടിയത് കൊണ്ടോ അറിയില്ല, ടൈം എടുത്തിട്ടാണ് ആൻസർ തരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് നേരെ ഈ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്തിട്ടുള്ള ആൻസറാണ് ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓരോ മീഡിയം എത്രയാണ്, സ്മോൾ എത്രയാണ് എന്നുള്ളൊരു ആൻസർ തന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ,
കണക്ക് കൂട്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു ആൻസറും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിക്കുന്നത് ഇത് പോരാ, നമുക്കൊന്നുകൂടി ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഒരു PSC എക്സാം പോലത്തെ എക്സാമുകൾക്ക് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിന് ആൻസർ കണ്ടെത്താം, ക്വിക്കായിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങളുണ്ടോ എന്ന് ഒന്നുകൂടി നമ്മൾ ചോദിച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റീസണിങ്, അതിൻ്റെ ആൻസർ തരുന്നത് നോക്കി വെക്കാം. അപ്പോൾ നമ്മളൊരു അഡീഷണൽ ചോദ്യം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു വേ കൂടി പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ അതിന് അവർ മറ്റൊരു മാർഗ്ഗത്തിലൂടെ ഒരു മാത്സ് ഒക്കെ കൂട്ടിയിട്ടുള്ള മറ്റൊരു രീതിയിൽ ഇതിന് ആൻസർ തന്നിട്ടുണ്ട്. അതായത് നമ്മൾക്ക് റീസണിങ് ആവശ്യമില്ല, അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്ര തിങ്കിങ് കൂടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മൂന്നാമത് നമ്മൾ ചോദിച്ചു നോക്കാൻ പോകുന്ന ചോദ്യം ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും വാട്സപ്പിൽ കേൾക്കുന്നതാണ്, ഒരു വീട്ടിൽ 5 മക്കളുണ്ട്, 5 മക്കളുടെ മാമനാണ്, മാമൻ്റെ 2 മക്കളുണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളാണ്. അപ്പോൾ അതേപോലെ ഒരു ചോദ്യം ഞാനിവിടെ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. സുരേഷ് സിസ്റ്റർ ഈസ് ദ വൈഫ് ഓഫ് ദ രാം, അത്തരത്തിലുള്ള ഒരു ചോദ്യം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിന് ആൻസർ തരുന്നത് നമുക്ക് നോക്കിയേക്കാം, എത്തരത്തിലാണ് ഇതിന് ആൻസർ തരുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദ്യം ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. സുരേഷ് സിസ്റ്റർ ഈസ് എ വൈഫ് ഓഫ് രാം, രാം ഈസ് എ റാണീസ് ബ്രദർ, റാംസ് ഫാദർ ഈസ് എ മധു, Sheetal is a Ram's grandmother, Rama is a Sheetal daughter-in-law, Rohit Rani's brother's son. How is Rohit related to സുരേഷ് എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിന് 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന് ആൻസർ തരുന്നത്, അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിനും ആൻസർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മോഡൽ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് നമുക്ക് ആൻസർ തരുന്നത്, തിങ്കിങ് കൂടിയോണ്ടായിരിക്കും. ഈ ആൻസർ തന്നത് മാത്രമല്ല, ഈ ആൻസറിലേക്ക് എങ്ങനെയാണ് എത്തി എന്നുള്ള കൃത്യമായിട്ടുള്ള റീസണിങ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. PSC പോലത്തെ അല്ലെങ്കിൽ CAT പോലത്തെ ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടെത്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറും അതിൻ്റെ റീസണും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത്തരം ആളുകൾ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിയാണോ കോഴിയുടെ മുട്ടയാണോ ആദ്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിന് പല വിധത്തിലുള്ള ആൻസേഴ്സും മറുപടികളും നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ജെമിനി ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചോദിക്കാൻ പോവുകയാണ്, കോഴിയാണോ കോഴിയുടെ മുട്ടയാണോ ആദ്യം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ തരുന്നത് നോക്കി വെക്കാം. അപ്പം നമ്മുടെ 4ാമത്തെ ട്രിക്കായ ചോദ്യത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇവരുടെ ആൻസറിങ്, എങ്ങനെയാണ് ഇവരുടെ റീസണിങ് എന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയാണ് ആദ്യം ഉണ്ടായത്. ഇതിൻ്റെ കാരണം വളരെ ലളിതമാണ്. എന്നിട്ട് 2 കാരണം പറയുന്നുണ്ട്. ഒന്ന് പരിണാമം, എവല്യൂഷനും, രണ്ടാമത്തേത് ആദ്യത്തെ കോഴി എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എവല്യൂഷൻ്റെ പരിണാമത്തിൻ്റെ കാരണം പറയുന്നത് ഇതാണ്: കോഴികൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ദിനോസറുകളും മറ്റു ഉരകങ്ങളും മുട്ടയിടാറുണ്ടായിരുന്നു. അതിനാൽ പൊതുവായി നോക്കിയാൽ മുട്ടയാണ് ആദ്യം വന്നത് എന്ന് പറയുന്നത്. അതായത് ഇവർ പറയുന്ന, അതായത് ജെമിനി റീസൺ ചെയ്യുന്നത് ഇതാണ്: കോഴിയുടെ മുട്ട എന്നതിൻ്റെ അപ്പുറത്ത് മുട്ടയാണ് ആദ്യം ഉണ്ടായെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് കൺക്ലൂഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് റീസണിങ് പറയുന്നത്. രണ്ടാമത്തെ റീസണിങ് പറയുന്നത് എന്താ വെച്ചാൽ, ഇനി കോഴിയുടെ കാര്യം എടുത്താൽ, കോഴിയോട് വളരെയധികം സാമ്യമുള്ള എന്നാൽ കോഴിയല്ലാത്ത ഒരു പക്ഷി, ഒരു പ്രോട്ടോ ചിക്കൻ ഇട്ട മുട്ടയിലുണ്ടായ ഒരു ജനിതക മാറ്റത്തിലൂടെയാണ് ഇന്നത്തെ കോഴി എന്ന വർഗം ഉണ്ടായത്. ചുരുക്കത്തിൽ ആദ്യത്തെ കോഴി വിരിഞ്ഞു വന്നത് ഒരു മുട്ടയിൽ നിന്നാണ്. അതുകൊണ്ട് കോഴി വരുന്നതിന് മുമ്പേ മുട്ടയാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളതാണ് ഇവരുടെ റീസണിങ്. സോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ റീസണിങ്ങിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റെസ്പോണ്ടിങ്, എങ്ങനെയാണ് നിങ്ങളുടെ റീസണിങ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പങ്കുവെക്കുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.